നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആദ്യത്തെ പ്രഗ്നൻസിയേക്കാൾ എപ്പോഴും രണ്ടാമത്തെ ഡെലിവറി, രണ്ടാമത്തെ പ്രസവമാണ് കൂടുതൽ എളുപ്പം ഓർ കോംപ്ലിക്കേഷൻസ് കുറവുള്ളത്. എല്ലാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഡെലിവറീസ് ആണ്. ആദ്യത്തെ 4 ഡെലിവറികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് ഡെലിവറിയിലാണ്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണത്. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളിൽ പലതും അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അടുത്തൊരു പ്രഗ്നൻസി ബിക്കംസ് ഈസിയർ. പിന്നെ നമ്മുടെ ശരീരത്തിനും കുറേ പരിചയമുണ്ട് കഴിഞ്ഞ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിലെ മാറ്റങ്ങളോട് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനും അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനൊക്കെ സാധിക്കുന്നു. അടുത്ത പ്രഗ്നൻസി, ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് നമുക്ക് എങ്ങനെ 2 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നോക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ആകുലത പലരും പറയാറുണ്ട്. പക്ഷേ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂത്ത കുഞ്ഞ് പലപ്പോഴും 1 വയസ്സോ 1.5 വയസ്സോ 2 വയസ്സോ കാലഘട്ടത്തിൽ ഉള്ളപ്പോൾ അടുത്തൊരു കുഞ്ഞിനെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ മേ ബി ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞുങ്ങൾ പ്രതികരിച്ച് തുടങ്ങുന്നു. അവർ ചിരിക്കാനും കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും അവർ ഒരുമിച്ച് വളരാനായിട്ട് തുടങ്ങുന്നതൊക്കെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതേസമയം ഒരു കുഞ്ഞ് മാത്രം എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളിലെ അവസ്ഥ, ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ കുഞ്ഞിനെ കളിക്കണമെങ്കിൽ അപ്പനോ അമ്മയോ വേണം അവൻ്റെ കൂടെ കളിക്കാനായിട്ട്. അങ്ങനത്തെ ആ കുഞ്ഞിൻ്റെ ഏത് ആവശ്യത്തിനും ഈ മാതാപിതാക്കൾ തന്നെ കൂടെ പോകേണ്ട, കൂട്ടു നടക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളിൽ മൂത്ത കുട്ടികൾ തന്നെ താഴെയുള്ളവരെ അവർക്ക് കൂട്ടുകൂടാനും കളിക്കാനും പാട്ട് പാടാനും വിഷമങ്ങൾ പറയാനും എല്ലാം മൂത്ത കുട്ടികൾ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ഒരുപക്ഷെ അവരുടെ കഷ്ടപ്പാടുകളെ മാത്രം ചിന്തിക്കുമ്പോൾ ഇത്തരം അഡ്വാൻറ്റേജസ് ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് താഴെയുള്ള ഒരു കുഞ്ഞ് എന്ന് പറയുന്നത്. ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി, നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് അവർക്കൊരു സഹോദരനെയോ സഹോദരിയോ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പാടുകൾ എടുക്കേണ്ടി വന്നാലും ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്.